ഒരു വെറൈറ്റി അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇത് ഇഞ്ചിയല്ലേ, ഇതെന്തോന്ന് വെറൈറ്റി എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇത് സാധാ ഇഞ്ചിയല്ല, ഇത് നമ്മളെ മാങ്ങ ഇഞ്ചിയാണ്. നല്ല മണമാണ്, മാങ്ങയുടെ അതേ മണമാണ്. ഇത് വെച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കും, നല്ല ടേസ്റ്റാണ്, അതെനിക്കിഷ്ടമാണ് ഇതിൻ്റെ. പക്ഷേ ഇത് ഇഞ്ചിക്കറി വെച്ചപ്പോഴത്തേക്ക് സാധാരണ ഇഞ്ചി വെച്ച് കറി വയ്ക്കും പോലത്തെ ഒരു ടേസ്റ്റ് ഇത് വെച്ചിട്ടുണ്ടാക്കുമ്പം അത്ര ഒരു ടേസ്റ്റ് ഇല്ല. പിന്നെ ഇത് മീനിലൊക്കെ ഇടാം, അതൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചൂര മീനിലൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഞാനിത് നമ്മളെ മാങ്ങയൊക്കെ അച്ചാറിടും പോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കണം. ഞാനും ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്, കൊള്ളാമോ ഇല്ലയെന്നൊന്നും അറിയണത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സാധാ അച്ചാർ, മാങ്ങ അച്ചാറൊക്കെ ഇടും പോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ ഞാനൊന്ന് വറുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനതാന്ന് വെച്ച് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിടാം. അപ്പോൾ ഞാനതൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക്, വറ്റൽമുളക്, നല്ല മഴയുണ്ട്, അപ്പം മഴയുടെ സൗണ്ടൊക്കെ ഉണ്ട്. അതായത് വെളുത്തുള്ളി, ഇത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ട്, മാങ്ങ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞളും ഉലുവപ്പൊടിയും കൂടെ കുറച്ചൊന്ന് പൊടി ചൂടാക്കി വെച്ചിരിക്കണേ. അപ്പോൾ അത് നമുക്ക് കുറച്ച്, ഇത്രയും വേണ്ട, കുറച്ച് നമുക്ക് ചേർക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊണ്ടാക്കി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർക്കാം. കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്, അതിനൊന്നും വലിയ എല്ലാം കൂടെ ബാലൻസ് ചെയ്യണം. ഞാൻ ചേർന്നാൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ശർക്കരയാണ് ചേർക്കണേ. കുറച്ച് ശർക്കര ചേർക്കാം. മാങ്ങയ്ക്ക് നാരങ്ങയ്ക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. കൊഴുപ്പില്ലല്ലോ, അപ്പം നമുക്ക് കുറച്ച് വിനാഗിരി എല്ലാവരും ചെയ്ത് നോക്കണേ. ഇപ്പം ഇത് കിട്ടുമ്പം ഇഞ്ചിക്കറി ഇവിടെ വീട്ടിൽ ഇത് ഇപ്പം താഴെ വീട്ടിൽ, എൻ്റെ കുടുംബ വീട്ടിൽ, ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ മോള് ഒക്കെ നട്ടു, അവർ കൃഷി ചെയ്തതാണ്. വലിയ കൃഷിയല്ല, കുറച്ച് നട്ട് പിടിപ്പിച്ചതാണേ. അപ്പം അത് വിളവെടുത്തപ്പോൾ ശരിക്കും കിട്ടി. അതിൽ നിന്ന് എനിക്ക് തന്നതാണ്. അപ്പോൾ അവർ ഇഞ്ചിക്കറി വെച്ചെന്ന് പറഞ്ഞു. സാധാരണ മറ്റേ ഇഞ്ചി വയ്ക്കുന്ന പോലെ ഇഞ്ചിക്കറി വെച്ചിട്ട് പക്ഷെ അത് ടേസ്റ്റ് ഇല്ല, അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിക്കറി വയ്ക്കാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നല്ല സൂപ്പർ കേട്ടോ, വെറുതെ വരണല്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആ മാങ്ങ അച്ചാറും അതുപോലെ തന്നെയാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവറും കൂടെ ഒക്കെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇനി ബാക്കിയും കൂടെ ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ സൂപ്പർ, എല്ലാവരും ചെയ്ത് നോക്കണേ.